വീഴ്ചയായിട്ട് പ്രതിപക്ഷവും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? ഒരു വീഴ്ച ഉണ്ടായില്ല. അവര് തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നത്. ആ സംഭവം അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി. നമുക്കെല്ലാം വേദന ഉളവാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതാണ്. അവരുടെ വേർപാടിൽ നമ്മൾ ദുഃഖവും അനുശോചനവും ഒക്കെ ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. സംഭവം ഞങ്ങളിവിടെ ഇന്നലെ മേഖലാ അവലോകനയോഗമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം അറിയുന്നത്. അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങി ഞാനും ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് പോയി. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്ക് ആദ്യ റൗണ്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുപേരെ കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരാൾക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ട്, അത് വയറിൻ്റെ ഭാഗത്ത് തൊലിപ്പുറത്തുള്ളതാണ്. മറ്റേ ആൾക്ക് സ്ട്രെച്ചറിൻ്റെ സൈഡ് കൊണ്ട് വേദനയുണ്ട്. ഇത് രണ്ടേ ഉള്ളൂ, അപ്പോൾ ഗൗരവമായി ഇല്ല എന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും ഫയർഫോഴ്സും പറഞ്ഞു. അപ്പോൾ ആ സംഭവ സ്ഥലത്ത് എത്തിയ ഞാൻ തന്നെയാണ് ജില്ലാ ഫയർഫോഴ്സിലെ ഓഫീസർ ആരാണെന്ന് വിളിച്ചു വരുത്തിയിട്ട് അടിയന്തരായി മണ്ണുമാന്തി യന്ത്രം JCBയോ ഹിറ്റാച്ചിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു. ഈ നിർദ്ദേശം കൊടുത്ത ഞാനാണ്. അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ്. വസ്തുതാപരമായി ഇതാണ് ഞാൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം. ആ കെട്ടിടം 68 വർഷം മുമ്പ് ഉണ്ടായതാണ്. തികച്ചും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയുള്ള കെട്ടിടം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല. അപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരണമെങ്കിൽ ഒരു കെട്ടിടം പൊളിക്കണം. പൊളിച്ചാൽ നിരവധി രോഗികൾ താഴെ പോകും. അപ്പോൾ അവിടെ പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പുകൾ കൂടിയാണ് ഇന്നലെ അവസാനം ഹിറ്റാച്ചി കയറ്റി. അത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം 11ാം വാർഡിലേക്ക് വരുമ്പോൾ അവിടെ വലിയ കമ്പിയാണ് മുകളിൽ നിൽക്കുന്നത്. അത് അറുത്ത് മാറ്റിയിട്ട് മാത്രമേ ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ വാള് അവർ പോയി എടുത്തുകൊണ്ട് വന്ന് അത് അറുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത്. അപ്പം ഹിറ്റാച്ചി കയറി വരാൻ വേറെ ഒരു എൻട്രൻസും ഇല്ല. അത് പണ്ടുണ്ടാക്കിയ ഒരു അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പ്രശ്നമാണ്. അത് നമുക്കിപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് വേദനപ്പെട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയാണെങ്കിലും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നവരൊക്കെ അതിനാവശ്യമായ എൻട്രൻസൊക്കെ ഉണ്ടാക്കിയ ഭാവി ഇത്തരം ഇപ്പോൾ ചെയ്തിട്ടുള്ളതൊക്കെ ഇങ്ങനെയാണ് ആ സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മാന്തി എടുത്തപ്പോൾ ഈ രണ്ടാമത് ഈ ബിന്ദു പറയുന്ന സ്ത്രീ അടിയിൽ നിന്ന് കിട്ടി. ഈ സംഭവം ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. അത് കൃത്യമായി കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. ഇതാണ് കാണാൻ ഇടവന്നിരുന്ന സാഹചര്യം. അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കെട്ടിടം ചുറ്റുമുള്ള ഒരു പ്രദേശമായിട്ട് പോയി നോക്കുന്നവർക്കറിയാം. ഇത് അകലെ നിൽക്കുന്നവർക്കാർക്ക് ഇത് അറിയില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നതിന് ഇത് വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചുറ്റും കെട്ടിടമാണത് കയറി വരണമെങ്കിൽ എത്രയോ പാടുപെട്ടാണ് ഹിറ്റാച്ച് ചെയ്യാനത് കയറ്റിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ് ഞങ്ങൾ കാഷ്വാലിറ്റി പോയി. അപ്പോൾ പരിക്കേറ്റ കുട്ടിയെ കണ്ടു. വയനാട്ടിൽ നിന്ന ഒരു കുട്ടിയാണ്. അത് അമ്മയായിട്ട് വന്നപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് വന്ന കുട്ടിയാണ്. അതിന് ചെറിയ ഇഞ്ചുറി ഉള്ളു, പ്രശ്നമില്ല. മറ്റേ പരിക്കേറ്റ അമലിനെയും കണ്ടു. അയക്കും വലിയ കാര്യമായിട്ടില്ല. മറ്റേതാണ് മരണപ്പെട്ടത്. ഇങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായത്. അതിനെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജ് ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു മെഡിക്കൽ കോളേജ്. എന്തുകൊണ്ടെന്നാൽ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയ ഒരു തൊറാസിക് സർജനുള്ള സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ പ്രതിവർഷം 2000-ഓളം ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട്, ബൈപ്പാസ് സർജറി ഉണ്ട്, വാൽവ് റീപ്ലേസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം നിസ്വാർത്ഥമായെന്ന് രാവും പകലും പോലെ ജോലി ചെയ്തിട്ട് ഒരു രൂപ ആരോടും പ്രതിഫലം വാങ്ങാതെ കയ്യിൽ നിന്ന് പണം മുടക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ സൂപ്രണ്ട്. അത്രത്തോളം സാധ്യനും സത്യസന്ധനും ആത്മാർത്ഥയോട് കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് അദ്ദേഹം. ഈ കാര്യങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മറ്റൊന്ന്, 7 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജ് കോട്ടയാണ്. ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയതും കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിൽ 2 വട്ടത്തിൽ റെക്കോർഡിട്ടു. ഡോക്ടർ ജയപ്രകാശ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ്. അതുപോലെ തന്നെ ഡ്രോമ ICയിൽ ഏറ്റവും കൂടുതൽ കീഹോൾ സർജറി നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ആദ്യത്തെ ടെസ്റ്റ് ശിശു ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അതുപോലെ നിരവധി ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ ഇട്ടാണ് ആ മെഡിക്കൽ കോളേജ് ആതൊരു ശുശ്രൂഷ. ഈ ഡേ 7000-ൽ പരം OP ഉണ്ട്.